അഡീഷൻ സബ്സ്ട്രാക്ഷനായിട്ടും സബ്സ്ട്രാക്ഷൻ അഡീഷനായിട്ടും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ. എൻ്റെ പേര് അഭിനവ്. ഞാൻ 7th പഠിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഇൻ്റർവെല്ലിൽ എടുത്തിരിക്കുന്നത് മാത്സും ഹിന്ദിയുമാണ്. എൻ്റെ പേര് വിജി, അഭിനവിൻ്റെ പേരൻ്റാണ്. ഞങ്ങൾ ഒരു വർഷമായിട്ട് ഇൻ്റർവെല്ലിൻ്റെ ഫാമിലിയിലുണ്ട്. പിന്നെ മോന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഹിന്ദിയും മാത്സ് ആയിരുന്നു. അപ്പോൾ ആ 2 സബ്ജക്റ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. മോന് മാത്സ് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു. കാരണം ആൾ നമ്പേഴ്സൊക്കെ ഇങ്ങനെ റോങ് ആയിട്ടായിരുന്നു എഴുതിയിരുന്നത്. ഈ മാത്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയും ആൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ശരിക്കും പറയുക വെച്ചാൽ മാത്സിനേക്കാളും തീരെ മോശമായിരുന്നു ഹിന്ദി. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദി ആൾ വായിക്കാനും നല്ല സിമ്പിളാണല്ലേ, ഇത്രയേ ഉള്ളൂ ഹിന്ദി എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ആൾ സ്വന്തമായി വായിക്കലും എഴുതലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത മാർക്കും വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ ആദ്യം തൊട്ടേ ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ഒരാളായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരാളല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ്റർവെല്ലിൻ്റെ ജേർണി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ആൾക്ക് നല്ല ചേഞ്ച് ഉണ്ട്. കാരണം ഇപ്പോൾ ആൽഫിയ മാം ആയാലും ഫമീസ മാം ആയാലും അവരൊക്കെ ഇങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇവൻ പതുക്കെ സംസാരിച്ച് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ക്ലാസ്സിലിരുന്നാലും ഇപ്പോൾ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവന് സംശയം ഡൗട്ട്സൊക്കെ ചോദിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവ ഒന്നും ചോദിക്കില്ല, അവിടെ ഒന്നും മിണ്ടാതിരുന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ടാണ് അവന് കൂടുതലും മനസ്സിലാവാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഡയറക്റ്റ് ആയതുകൊണ്ട്, ഇൻട്രാക്ഷൻ ഡയറക്റ്റ് ആയതുകൊണ്ട് അവൻ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. സംശയങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ നല്ലോണം സംസാരിക്കുന്നുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവന് കിട്ടുന്നുണ്ട്. ഇൻ്റർവെല്ലിൽ വന്നുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവുക. കാരണം പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്നൊരു സ്ട്രേഞ്ചർ ഇവനോട് വന്ന് സംസാരിച്ച് തുടങ്ങിയാൽ ഇവനങ്ങനെ പെട്ടെന്നൊന്നും സംസാരിച്ച് തുടങ്ങുന്ന ഒരാളല്ല. അങ്ങനെ ട്യൂട്ടേഴ്സായിട്ട് ഇവൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ലൊരു സന്തോഷമാണ്. കാരണം ഇവന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ട്യൂട്ടേഴ്സ് ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നം വന്നപ്പോൾ അവരത് ക്ലിയർ ചെയ്ത് തരുകയും ചെയ്തു. അത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിൽ. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ വന്നിട്ട് ആയിട്ടുള്ളൂ. പക്ഷേ അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യേക താങ്ക്സ് ആൽഫിയ മാമിനോട് പറയാനുണ്ട്. അഭിനവിൻ്റെ ഈ ഒരു ചേഞ്ചിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട്. ടീം ഇൻ്റർവെല്ലിനോട് ഞങ്ങളൊരു ഹേർട്ട്ഫുൾ താങ്ക്സ് പറയാണ്. കാരണം ഒരുപക്ഷെ ഇൻ്റർവെല്ലിൽ ഞങ്ങൾ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഭിനവിന് ഈ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്കിപ്പോൾ തോന്നുകയാണ്. കാരണം ഇൻ്റർവെല്ലിലെ ജേർണി അത്രയും നല്ലതായിരുന്നു. ഞങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഇൻ്റർവെല്ലിനോട് ഒരു ഹേർട്ട്ഫുൾ താങ്ക്സ് പറയാണ്.